ആനയും കാട്ടുപോത്തും കടുവയുമൊക്കെയുള്ള വനത്തിനകത്ത് മലഞ്ചെരിവിലായി കുറേ വീടുകൾ. വീടുകളിൽ കുഞ്ഞുകുട്ടികളടക്കമുള്ള 100ഓളം കുടുംബങ്ങൾ. ചെങ്കുത്തായ ഈ മലനിരകളിൽ തട്ടുതട്ടായി കൃഷിയിടങ്ങൾ. ഈ ഉൾവനത്തിൽ ഇവർക്ക് ഇവരുടേതായ ഒരു നിയമമുണ്ട്. പകൽ മനുഷ്യർക്കും രാത്രി മൃഗങ്ങൾക്കുമുള്ളതാണ്. ഉൾവനത്തിനകത്തെ ഈ ഗ്രാമം നമ്മുടെ കേരളത്തിലാണ്. വട്ടവടയിൽ വരുന്ന സഞ്ചാരികളിൽ അല്പം സാഹസിക യാത്ര ചെയ്യാൻ തയ്യാറുള്ളവർക്ക് പോകാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഏതാനും ഗ്രാമങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് ഈ വീഡിയോ. അപ്പോൾ കാണാം വട്ടവടയിലെ സാമിയാറളക്കുടി. മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾ പോകുന്ന 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് വട്ടവടയും കാന്തല്ലൂരും. സീസൺ സമയത്ത് കാന്തല്ലൂരിൽ പോയാൽ ആപ്പിളും ഓറഞ്ചുമൊക്കെ കാണാൻ കഴിയും. വട്ടവടയിലെ സ്ട്രോബെറി പാടങ്ങളും മലഞ്ചെരിവുകളിലെ തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളും സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളാണ്. സാധാരണയായി വട്ടവടയിലെത്തുന്നവർ മെയിൻ റോഡിലൂടെ സഞ്ചരിച്ച് കൃഷിയിടങ്ങളും പ്രകൃതി ഭംഗിയും തണുപ്പുമൊക്കെ ആസ്വദിച്ച് പോകാറാണ് പതിവ്. എന്നാൽ വേറിട്ട യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ കഴിയുന്ന ഒട്ടേറെ കാർഷിക ഗ്രാമങ്ങൾ വട്ടവടയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് മൂന്നാറിൽ നിന്നും നമ്മൾ ഇന്ന് പോകുന്നത്. മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാം വഴി 45 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് നമുക്ക് വട്ടവട എത്താൻ കഴിയുക. വട്ടവട എന്നത് ആ കാർഷിക ഭൂപ്രദേശം അടങ്ങുന്ന പഞ്ചായത്തിൻ്റെ പേരാണ്. വട്ടവടയിലെ പ്രധാന ടൗണിൻ്റെ പേര് കോവിലൂർ എന്നാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ നിന്നും KSRTC ബസ്സിൽ വരുന്നവർ കോവിലൂർക്ക് പോകുന്ന ബസ്സിലാണ് കയറേണ്ടത്. മൂന്നാറിൽ നിന്നും കോവിലൂരിലേക്ക് 65 രൂപയാണ് ബസ് ചാർജ്. കോവിലൂർ ടൗണിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയാണിത്. വിശാലമായൊരു താഴ്വാരം, ഇപ്പുറത്തെ മലയിൽ അതിമനോഹരമായ വീടുകൾ, വിവിധ തരം കളറുകൾ പൂശിയ കൊച്ചു കൊച്ചു വീടുകൾ. ഇതാണ് കോവിലൂർ അങ്ങാടി. കാന്തല്ലൂർ ടൗണിനെ അപേക്ഷിച്ച് സാമാന്യം വലുതും ഒട്ടേറെ കടകളെല്ലാമുള്ള അങ്ങാടിയാണിത്. ഇവിടെ നിന്നും ജീപ്പിലാണ് ഉൾവനത്തിലെ കാർഷിക ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്. കോവിലൂരിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാലാണ് നമ്മളിന്ന് പോകുന്ന സാമിയാറളക്കുടിയിൽ നമ്മളെത്തുക. ഈ കാണുന്നത് പോലെ ജീപ്പ് യാത്ര അത്ര സുഖകരമല്ല. ഹൈറേഞ്ചുകളിൽ വാഹനമോടിച്ച് പരിചയമുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഇത്തരം റോഡുകളിൽ വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ. ഈ വനങ്ങൾക്കകത്തുള്ള കൃഷിഭൂമിയിൽ കാർഷിക വൃത്തി മാത്രം ചെയ്ത് ജീവിക്കുന്ന കാർഷിക ഗ്രാമങ്ങളെ കുടി എന്നാണ് ഇവർ വിളിക്കുക. ചെങ്കുത്തായ മലനിരകൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്ന ഓരോ കുടികളും ഇവിടുത്തെ പ്രധാന കാർഷികോൽപാദന കേന്ദ്രങ്ങളാണ്. അത്തരം കുടികളിൽ പ്രധാനപ്പെട്ടതാണ് മേൽവാസൽ പെട്ടിക്കുടി, കൂടല്ലാർ കുടി, ചിലന്തിയാർ ഗ്രാമം, സാമിയാറളക്കുടി തുടങ്ങിയവ. ഈ വിദൂര കാഴ്ചയിൽ തന്നെ ഈ കുടികളുടെ അവസ്ഥയും അവരുടെ കാർഷിക ജീവിതവും നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ കുറുമ്പല് കൃഷിയാണ്. കുറുമ്പല് കോതം എന്ന് പറഞ്ഞാൽ അപ്പം ഉള്ള ശാസ്ത്രീയ നമുക്ക് ഈ വണ്ടി ഈ കോയിലൂർ വരെ പോലെ വണ്ടിയുണ്ട്. കുതിരപ്പുറത്താണ് നമ്മൾ ഈ കൃഷികളൊക്കെ കൊണ്ടുപോകണം. അപ്പം നമുക്ക് ഈ കിഴങ്ങ് ഇത് കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് കൊണ്ടുപോകാനുള്ള മാർഗ്ഗമില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ കാട്ട് മൃഗങ്ങളുള്ള ശല്യം ആയതുകൊണ്ട് അപ്പം നമുക്ക് ഈ കുറുമ്പല് കോതം ഇതുകൾ എല്ലാം ഇടാതൊരു ഇട്ടാലും മൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ നശിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് അത് അങ്ങനെ പയ്യെ നിർത്തിപ്പോയിട്ടാണ് ഇപ്പോൾ ഈ കിഴങ്ങും വെളുത്തുള്ളിയും ബീൻസും ഇപ്പോൾ ഈ കൂടുതലിടാൻ തുടങ്ങിയത്. ഇതാണ് നമ്മൾ ദൂരെ നിന്നും കണ്ട സാമിയാറളക്കുടി. കുത്തനെയുള്ള ഒരു മലഞ്ചെരിവാണിത്. ഇവിടെയുള്ള ചെറിയ തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയിൽ കൊച്ചു കൊച്ചു വീടുകൾ. പണ്ട് ഇവയെല്ലാം മരവും കാട്ടുപുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച കുടിലുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് അല്പം മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ഈ വിധം കൊച്ചു കൊച്ചു വീടുകളായി മാറിയിട്ടുണ്ട്. പഴയകാലത്തെ കാട്ടുപുല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ചിലത് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും. ഓടിട്ട വീടുകളും ഇവിടെയുണ്ട്. എന്നാൽ ഷീറ്റിട്ട വീടുകളാണ് മിക്കവയും. ടെറസ് വീടുകൾ പുതുതായി നിർമ്മിക്കുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും. രാവിലെ തന്നെ എല്ലാവരും കൃഷിയിടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രായമായവരും കുട്ടികളും മാത്രമേ കുടികളിൽ ഉണ്ടാവുകയുള്ളൂ. കൃഷിയിടത്തിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുടെ കയ്യിൽ മിക്കവാറും വിറകുകെട്ടുകൾ ഉണ്ടാവും. ഇവിടെ ക്യാപ്പ് എന്ന് പറയുന്ന സാധനം
പിന്നെ ബട്ടർ ബീൻസ്, പട്ടാണി, കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, മറ്റേ പണ്ടത്തുള്ള കൃഷിയില്ല, ഗോതമ്പ് അങ്ങനെ ചെയ്യുന്നില്ല. തങ്ങളുടെ വാസസ്ഥലവും വനവുമായി യാതൊരുവിധ വേലിക്കെട്ടുമില്ലാതെ വന്യമൃഗങ്ങൾക്കിടയിൽ ഒരു കാർഷിക ജീവിതം. എന്നാൽ ഇവിടെ നിന്നും വന്യമൃഗം മനുഷ്യരെ ആക്രമിച്ച വാർത്തകൾ ഉണ്ടാവാറില്ല എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം പകൽ മനുഷ്യർക്കും രാത്രി മൃഗങ്ങൾക്കുമുള്ളതാണ് എന്ന ഇവരുടെ പ്രത്യേക ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ഇവരുടെ അലിഖിത കാനന നിയമമാണ്. സന്ധ്യയ്ക്ക് തന്നെ ഇവർ ഉറങ്ങാൻ തുടങ്ങും, കാരണം രാത്രി മൃഗങ്ങൾക്കുള്ളതാണ്. കൃഷിയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. വീട്ടുമുറ്റത്തു നിന്നും ആരംഭിക്കുന്ന കൃഷിയിടം മലയാകെ നിറഞ്ഞു കവിയുന്ന കാഴ്ച നമുക്കിവിടെ നിന്നും തന്നെ നോക്കിയാൽ കാണാം. ഈ മലഞ്ചെരുവിൽ കഠിനാധ്വാനത്താൽ വിളയിച്ചെടുക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ മലയിറക്കി താഴ്വാരത്തിലുള്ള അങ്ങാടിയിലെത്തിക്കുന്നതിന് ഇവർ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വേനൽക്കാലത്ത് കാന്തല്ലൂരിനെ അപേക്ഷിച്ച് അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് വട്ടവട. ഇത്തരത്തിൽ സാമിയാറളക്കുടിയും കൂടല്ലാർക്കുടിയും ചിലന്തിയാർ ഗ്രാമവുമൊക്കെ ഇവിടുത്തെ പ്രധാന കാർഷികോൽപാദന ഗ്രാമങ്ങളാണ്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് നമ്മുടെ തീന്മേശയിൽ എത്തുന്നത്. അപ്പോൾ സാമിയാറളക്കുടിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.